പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ വേറൊന്നുമല്ല, സിബിനും അഖിൽമാരാർ എന്ന വ്യക്തിയും കൂടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ സിബിൻ പറഞ്ഞായിരുന്നു ഒരു വെളിപ്പെടുത്തലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിലെ മെയിൻ തല ആരാന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, FIR കയ്യിൽ കിട്ടിയതിന് ശേഷമേ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കയ്യിൽ കിട്ടിയതിന് ശേഷമേ പേരുകളൊക്കെ വെളിപ്പെടുത്തത്തുള്ളൂ. അപ്പോൾ കുറച്ച് പേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ദിവസങ്ങൾക്ക് മുന്നേ പുള്ളി ലൈവിലൊക്കെ വന്ന് പറഞ്ഞതാണ്. അപ്പം ഈ പുള്ളീനെ ഒന്ന് സപ്പോർട്ടായിട്ട് വന്ന നട്ടലുള്ള ആണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. നട്ടലുള്ള ആണ്, അതാണ് അഖിൽമാരാർ. ഇതിൽ പുള്ളി പറയുന്നതിൽ സത്യമുണ്ടെന്നും പിന്നെ ഈ അഖിൽമാരാറും അകത്തുനിന്ന് തന്നെ കപ്പ് അടിച്ച് ഇറങ്ങി വന്ന വ്യക്തിയാണ്. അപ്പം അതിലെന്തൊക്കെ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതൊക്കെ നടക്കുന്നുണ്ടെന്നും പുള്ളിക്ക് അറിയാം. പുള്ളീനെ കപ്പടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസിനുള്ളിൽ പല തരികിടയും നടന്നിട്ടുള്ളതാണ്. പുള്ളി അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. പുള്ളിയെ ഭയങ്കര നെഗറ്റീവാക്കാനൊക്കെ നടത്തിയ ഇതൊക്കെ പുള്ളി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പം പുള്ളിക്കെതിരെ കുറേ വിമർശനങ്ങളും വരുന്നുണ്ട്. പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഇവിടെ ഒരു വീഡിയോ വെക്കാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം മറ്റു രീതിയിൽ ഇവര് എഡിറ്റിംഗിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു. അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ആർക്ക് വേണ്ടി? ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത്? ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത്? അതായത് എനിക്ക് അവസാനം മരുന്ന് ദിവസം എന്റെ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ അസുഖമാണ്, വയലന്റ് ആണ്, സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ സിബിനെ ഞങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതാണ് ബിഗ് ബോസ്. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ ജീവനിൽ വിലയൊന്നുമില്ല. അവർക്ക് വേണ്ടത് ഇതാണ്, പൈസ. ആ പൈസയ്ക്ക് വേണ്ടി അതിൽ ഒരുത്തൻ്റെ ജീവിതം തകർക്കാൻ വരെ, ഒരുത്തനോ ഒരുത്തിയോ എന്തോ ആയിക്കോട്ടെ, അവരെ ജീവിതം വരെ തകർത്ത് തരിപ്പണമാക്കി കളയവർ. പിന്നെ ഇവർ പുറത്തോട്ട് ഒരു ഭ്രാന്തനാക്കി ഇറക്കാം. പിന്നെ അതിലുള്ള മത്സരാർത്ഥികളെ ഇവർക്ക് പുറത്തോട്ട് പോസിറ്റീവാക്കാനും നെഗറ്റീവാക്കാനും പറ്റും. ഇപ്പം ഇവർ TRP ഇപ്പോൾ ഒരുത്തനവിടെ വയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് നേരം കാണിച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് നോക്കത്തുള്ളൂ. എന്നുവെച്ചാൽ അത് ഉത്തമ ഉദാഹരണമാണ്. പൂജയ്ക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി അവിടെ കിടന്ന് വേദന കൊണ്ട് നല്ല ഇതായതാണ്, എല്ലാവരും കണ്ടതാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ കാണിക്കുന്നത് തന്നെ ആയിപ്പോയി. ഇവർ സത്യം പറയാത്തിലുള്ള ഡോക്ടർമാരാണോ എന്നുള്ള ഇതാണ്. മനസ്സിലായില്ലേ? ഈ സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആ ടാബ്ലറ്റ് കൊടുക്കുന്നത് പോലും പുള്ളീനെ ഡോക്ടർ വന്ന് കണ്ടിട്ടൊന്നുമല്ല മെഡിസിൻ കൊടുക്കുന്നത്. പുള്ളിയുടെ ഒരു വീഡിയോ കോൾ വഴി കണ്ടു സംസാരിച്ചു. അതിനുശേഷമാണ് പുള്ളിക്ക് ഒരു ടാബ്ലറ്റ് കൊടുക്കുന്നത്. അതും പുള്ളീനെ പുറത്ത് റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. അതിനുശേഷം പുള്ളിക്ക് റെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം പുള്ളിക്ക് ടാബ്ലറ്റ് കൊടുക്കുന്നു. പുള്ളിക്ക് റെസ്റ്റാണ് ആവശ്യം, ടാബ്ലറ്റ് കൊടുക്കുന്നു. ആ ടാബ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡ്രഗിന് സമാനമായ ടാബ്ലറ്റ് തന്നെ പറയാം. മനസ്സിലായില്ലേ? ആ ടാബ്ലറ്റ് കൊടുക്കുന്നു, പിന്നെയും കൊണ്ട് കൊടുക്കുന്നു. ഈ പൂജ എന്ന് പറയുന്ന വ്യക്തിക്ക് വയ്യാതെ വന്ന ടൈമിൽ നമ്മളെല്ലാവരും കണ്ടാണ്. പുള്ളിക്കാരിക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ. അത് വെച്ച് കാണിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. അതിനുശേഷം സ്ട്രെച്ചർ കൊണ്ടുവരുന്നു. സ്ട്രെച്ചറിലോട്ട് എടുത്ത് കിടത്തി. ആ സമയത്ത് എന്തുമാതിരി വേദന അനുഭവിച്ചിട്ടുണ്ടാകും.
ഇതെല്ലാം ഒരു വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. എടുത്ത് സ്ട്രെച്ചിലോട്ട് കിടത്തുന്നു. കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും വലിയ ഇതായിട്ടൊന്നും ഒന്നുമല്ല, കാണുന്ന ഈ പൂജ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടുകാർ കാണുമ്പോൾ സത്യം പറഞ്ഞ ചങ്ക് തകരും. ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് കണക്കാണ് കൊണ്ടുവന്നു. ആ വ്യക്തി കിടക്കുന്നു, നേരെ ആ ഒരു ഷീറ്റ് എടുത്ത് പുതയ്ക്കുന്നു. ഒരു വെള്ള ഷീറ്റ് ഇവിടം വരെ കിടക്കും. ഷീറ്റ് എടുത്ത് പുതയ്ക്കുന്നു. അവർ കൊണ്ടുപോകുമ്പോൾ കറക്റ്റ് ഡെഡ് ബോഡി കൊണ്ടുവന്ന് കണക്കാണ് കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇച്ചിരി ലെങ്ത് കാണും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. സിബിന് അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുത്. സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും. സിബിനി വലിയ ഭീമമായ തുക എനിക്ക് തരേണ്ടി വരും, ഞങ്ങൾക്ക് തരേണ്ടി വരും. അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത്. ആ വാട്സാപ്പ് ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. മെസ്സേജ് അയക്കുന്നത് പറഞ്ഞല്ല, ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ ഒരു മീഡിയയുമായിട്ടും കൊടുക്കാൻ പാടില്ല. എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ എന്തോ പറഞ്ഞെന്ന് ഞാൻ കേട്ടുള്ളത്. അതിന് ഒട്ടും അവിടെ വെച്ച് തന്നെ അത് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് എനിവേ നാളെ ഒരു മീഡിയയോട് പോലും സംസാരിക്കാൻ പാടില്ല. ഒരു വമ്പൻ സെറ്റപ്പ് കൊട്ടേഷൻ ടീം എന്ന് തന്നെ പറയാം. ഇനി കുറേ വേറെ ഉണ്ട്. വമ്പനൊരു ഗുണ്ട ടീമാണ് ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അകത്ത് നിന്നും അത് കഴിയുമ്പോൾ പുള്ളീനെ പുറത്തോട്ട് വിടുന്നു, പുള്ളി വീട്ടിലേക്ക് വരാനുള്ള എയർപോർട്ടിലേക്ക് വരുന്നു. അപ്പോൾ അറിയാലോ, സിബിന് സപ്പോർട്ട്, നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. ഈ കപ്പ് വരെ കിട്ടാൻ ചാൻസ് ഉള്ള ഇതാണ് സിബിൻ. മനസ്സിലായില്ലേ? പിന്നെ നല്ല കപ്പടിക്കാനുള്ള ഒരു വ്യക്തിയായിരുന്നു സിബിൻ. നല്ലൊരു സപ്പോർട്ടാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പുള്ളി നേടിയത്. അങ്ങനെ പുള്ളി പുറത്തോട്ട് എയർപോർട്ടിൽ വെച്ച് മീഡിയക്കാരൊക്കെ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ പുള്ളിയായിട്ട് ഇറങ്ങിപ്പോകുന്നതല്ലെന്നും അവർ നാട്ടിൽ അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പുള്ളിക്ക് വാട്സപ്പിൽ നിരന്തരമായ കോളുകൾ വരുന്നു. ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ കോളുകൾ വരുന്നു. ഭീഷണിപ്പെടുത്തലായിരുന്നു. പിന്നെ ഇവരെ എന്ന് വെച്ചാൽ പുള്ളി ഇൻ്റർവ്യൂകളൊന്നും കൊടുക്കരുത്, ബിഗ് ബോസിനെ പറ്റി അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പറയരുത്, ഈ പുള്ളിക്ക് കൊടുത്ത കാര്യങ്ങളൊന്നും പറയരുത്, പുള്ളിയെ കൊല്ലാൻ നോക്കിയ കാര്യങ്ങളൊന്നും പറയരുത്, പുള്ളിയെ പ്രാന്തനാക്കാൻ നോക്കിയ കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടുകാരുൾപ്പെടെ ഭീഷണിപ്പെടുത്തലായിരുന്നു. അത് ഞാൻ പറഞ്ഞൊരു വമ്പൻ കൊട്ടേഷൻ ടീമാണ് ബിഗ് ബോസ്. മനസ്സിലായില്ലേ? അങ്ങനെ ആണ് പുള്ളി ഇപ്പം കുറേ കാര്യങ്ങളും പുള്ളിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയിട്ടാണ് ബിഗ് ബോസിൽ പോയതിന് ശേഷം പുള്ളിക്ക് ഉണ്ടായിട്ടുള്ളത്. പുള്ളിയെ ജീവിപ്പിക്കില്ല, പുള്ളിയുടെ കരിയർ തന്നെ നശിപ്പിച്ച് കളയും, പുള്ളിയുടെ ലൈഫ് കുളം തോണ്ടും. മനസ്സിലായില്ലേ? എന്ന രീതിയിലൊക്കെയാണ് പുള്ളിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്താല്ലേ, അതിലൊരു മത്സരാർത്ഥിയായിട്ട് പോകുന്നു. അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പുള്ളി ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അത് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്നും ഈ പുള്ളി പുറത്തോട്ട് പോകാൻ വേണ്ടി തന്നെ ഇവർ ഏറ്റവും കൂടുതൽ പുറത്തോട്ട് പോകാൻ തന്നെ ആഗ്രഹിച്ച ഒരാളാണ് സിബിൻ. എന്നാൽ സിബിൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ കപ്പടിക്കുന്ന ഉറപ്പായിരുന്നു. അപ്പോൾ ഇവർ ഒരാളെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ സിബിൻ പോകുന്നു. പക്ഷേ സിബിന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും സിബിൻ അത് ഇതായി വരുന്നു. സിബിനപ്പോൾ തിരിച്ച് മത്സരിക്കാനുള്ള സെറ്റപ്പിലോട്ടിൽ വരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം കൂടെ സിബിനെ അകത്തോട്ടിട്ടിട്ട് ഒരു പ്രാന്തനാക്കി ചിത്രീകരിച്ച് കുറച്ച് പൈസയും കൂടെ നേടാനൊക്കെ ആയിട്ട് മെഡിസിനൊക്കെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ ശേഷം പുള്ളി അത് പുറത്തോട്ട് പോയതിന് ശേഷം പുള്ളി ഒന്ന് അകത്തോട്ട് കയറ്റി വിട്ടായിരുന്നു. മനസ്സിലായില്ലേ? അതിന് പുള്ളി ഒട്ടും തളർന്നു പോയത് പുള്ളി. അതിനുശേഷമാണ് പിന്നെയും പുള്ളിയെ ചകത്തോട്ട് കൊണ്ട് പുള്ളിനെ പറഞ്ഞു വിട്ടത്. പുള്ളി പറയുന്നുണ്ട്, പുറത്തുനിന്നും ഞാൻ അകത്ത് വെച്ച്
ഞാൻ പോകണമെന്ന് പറഞ്ഞു. അത് പുള്ളി പറഞ്ഞതാണെന്ന് പുള്ളി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇവരുമായിട്ടുള്ള സംസാരത്തിൽ പുള്ളി തിരിച്ച് BBക്കുള്ളിൽ കയറണമെന്ന് പുള്ളിയായിട്ട് പറഞ്ഞപ്പോഴാണ് ഇവർ സമ്മതിക്കായിരുന്നത്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ പുള്ളി കയറി കഴിഞ്ഞാൽ പുള്ളി പിന്നാലെ വരും, കപ്പടിക്കുന്ന കാര്യം ഉറപ്പായിരുന്നു. അതൊരു സമ്മതിക്കില്ലല്ലോ. ഒരാളെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിശ്ചയിച്ച ആരെയാണെന്നും ഇപ്പം നിശ്ചയിച്ച ആൾക്ക് കൊടുത്ത പണി കിട്ടുമെന്നും പറഞ്ഞ് വേറെ ആളെ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒരു വീഡിയോ കൂടെ വെക്കാം. ഞാൻ പറഞ്ഞില്ല അയാളുടെ പേര്. പക്ഷെ ഇവരെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും അതായത് എനിക്ക് കൃത്യമായി തെളിവുള്ള, അതെന്ന് വെച്ചാല് ഈ പറഞ്ഞ ഒരാൾ എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത ആള്. അതായത് അയാൾക്ക് എന്തായാലും മാറ്റാൻ പറയില്ല. അയാള് ഞാൻ സൽമാൻ എന്നാണ് പേര്. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിക്കാം. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഇയാളാണ് എന്നെ പിന്തുടർന്ന് വന്നത്. അതൊന്ന് എല്ലാവർക്കും ഇദ്ദേഹമാണ് എന്നെ ഫോളോ ചെയ്തത്. സ്റ്റാഫാണ് എന്നാണ് ഇദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയതും. അത് ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ. ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മോൾ സൈഡിൽ ജോലി ചെയ്യുന്ന. അവരെല്ലാവരും ഇയാളെ കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു. കേട്ടില്ലേ? വമ്പൻ ടീമാട്ടോ ഇവർ. ഇങ്ങനെ ഈ ഒരു കാര്യം സംബന്ധമായിട്ട് പുള്ളിക്ക് എന്തായാലും പുള്ളിനെ ജീവിക്കാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? പിന്നെ പുള്ളിക്ക് നിരന്തരമായ കോളുകളും, പുള്ളിക്ക് ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പുള്ളി പറഞ്ഞായിരുന്നു പുള്ളി ഇതുമായിട്ട് മുന്നോട്ട് പോവും, പുള്ളി ഫൈറ്റ് ചെയ്യുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അഖിൽമാര നട്ടിലുള്ള മനുഷ്യനെന്നേ പറയാൻ പറ്റുള്ളൂ. പുള്ളിക്ക് നല്ല കട്ട സപ്പോർട്ടായിട്ട് വന്നു. അങ്ങനെ പുള്ളി ചെന്നൈക്ക് പോകുന്നു. അങ്ങനെ ചെന്ന് കമ്മീഷണർക്ക് കേസ് കൊടുക്കാൻ ആയിട്ടുള്ള ചെന്നപ്പോഴത്തേക്കും പുള്ളി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഇവരുടെ ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയാണല്ലോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. എൻ്റെ ഷൈൻ്റെ ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഇവർ. അപ്പം അതുമായിട്ടാണല്ലോ മുട്ടുന്നത്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഇവർ കേസെടുക്കാൻ പറ്റില്ലെന്നും അങ്ങനെ DGPക്ക് ഇവർ കേസ് കൊടുക്കുന്നു. അങ്ങനെ കേസ് കൊടുത്തു. ആ ഒരു പോകുന്നതിൻ്റെ ഇടയ്ക്ക് സിനിമ സ്റ്റൈലാണ്, ഫുൾ സിനിമ സ്റ്റൈലാണ് ഇവർ പോകുന്ന. സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവർ പോകുമ്പോഴത്തേക്കും ഇവരൊരു ഇന്നോവയിൽ ഫോളോ ചെയ്യുന്നു. ബിഗ് ബോസിൻ്റെ ഗുണ്ടകൾ തന്നെ പറയാം. അതിൽ ഒരു വ്യക്തിനെ, സിബിൻ എന്ന വ്യക്തിക്ക് അറിയാവുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ എന്തായാലും ഭാഗ്യത്താൽ അവർ തിരിച്ചു വന്നു. സിബിനൊക്കെ ഭാഗ്യത്താൽ തന്നെ ഞാൻ പറയുള്ളൂ. എന്നുവെച്ചാൽ ഇവരൊക്കെ വലിയ കമ്പനികളാണ്. ഈ സാധാരണ ഉള്ള ആൾക്കാർ ഇവർക്കെതിരെയൊക്കെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇവർ കൊന്നു കളയാം. മനസ്സിലായില്ലേ? ഇല്ലാത്തവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പം വലിയ വലിയ കമ്പനിയോടൊക്കെ മുട്ടാൻ, വലിയ വലിയ ആൾക്കാരോടൊക്കെ മുട്ടാൻ പോയി കഴിഞ്ഞാൽ താഴത്തെ ഇതിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പം നീതി കിട്ടാതെ വരും. പക്ഷേ ഇവിടെ നീതി കിട്ടും. മനസ്സിലായില്ലേ? എത്ര നാൾ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും? കുറേ നാളൊന്നും പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോകളൊക്കെ പുള്ളി കാണിച്ചിട്ടുണ്ട് തെളിവായിട്ട്. പിന്നെ മൊത്തം ഒന്നും പുള്ളിക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ FIRൻ്റെ കോപ്പി പുള്ളിയോട്ട് കയ്യിലിട്ട് ഇടണം. ഇതിൻ്റെ മെയിൻ തലകളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരൊന്നും പുള്ളി ഇപ്പോൾ പറഞ്ഞിട്ടില്ല. പുള്ളി പറയും. അപ്പം ഒരു വീഡിയോ കൂടെ. ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാലിൽ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 15-16 മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല. പക്ഷെ 15-16 മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്ര. 2 ടാസ്കിൽ നാദ്ര വിജയിച്ചു. നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിത്തപ്പി കോയിൻ എടുക്കുന്ന ടാസ്കാ. വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദ്ര. അപ്രതീക്ഷിതമായിട്ട് നാദ്ര സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദ്രയുടെ ഒരു ഭയങ്കര, നാദ്ര പണ്ട് മുങ്ങിച്ചാവാൻ പോയിട്ടുള്ളൂ, നാദ്രയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാവുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാദ്രയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോവുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. മാരാറ് പറഞ്ഞ കേട്ടില്ലേ? ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ചില ഗെയിമുകളിൽ ഇവർക്കറിയാം ആരെ ജയിക്കണമെന്നും ആര് ജയിക്കുമെന്നും ആരെ ജയിപ്പിക്കണമെന്നൊക്കെ ഇവർക്ക് ഉള്ളിൽ നിന്നും ഒരു പ്ലാൻ ഉണ്ടാവും.
ഞാൻ പറഞ്ഞില്ല, അതിൽ കൊടുക്കുന്ന മെറ്റീരിയൽസിൽ പോലും ഇവർ കൃത്രിമം കാണിക്കും. ഇവർക്ക് ആരെയാണോ ജയിപ്പിക്കേണ്ടത് അവർക്ക് കൊടുക്കേണ്ടത്. ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു നട്ട് അടുക്കി വെക്കുന്ന വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ഭാഗത്ത് അതിൻ്റെ അടിയിലൊരു മാഗ്നറ്റ് അല്ലോ കാന്തമൊക്കെ വെച്ചിട്ടായിരിക്കും കൊടുത്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മെറ്റീരിയൽസിൽ പോലും ഇവർ ചതി കാണിക്കാറുണ്ട് എന്നാണ് അഖിൽമാരാർ പറഞ്ഞത്. പിന്നെ നാദിറയുടെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നുവെച്ചാൽ ഇവർ ഒരു ഓഡിഷൻ ടൈമിന് കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അകത്തോട്ട് കയറിയുന്നു. അപ്പം ആ ടെസ്റ്റുകളിലൊക്കെ കൂടെ കുറേ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായില്ല. നാദിറയ്ക്ക് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആ ഒരു ഇരിക്കുന്നൊരു ടാസ്ക് വന്നതിൽ അതിൽ നാദിറ വിൻ ചെയ്തു. അതിനുശേഷം രണ്ടാമതൊരു ടാസ്ക് കൊടുക്കുന്നു. ആ ടാസ്കിൽ വെള്ളത്തിൽ നിന്ന് പൂളിൽ നിന്നും ഒരു കീ എന്തോ എടുക്കുന്ന ഒരു ടാസ്ക്കായിരുന്നു. അപ്പം ആ ടാസ്കിൽ നാദിറ ചെയ്യില്ല. എന്നുവെച്ചാൽ നാദിറയ്ക്ക് വെള്ളം ചിലവർക്ക് പേടിയാണ്, മനസ്സിലായില്ലേ? ഇപ്പം അത് ചിലപ്പോൾ കളിയാക്കും, കുളിക്കാറില്ലെന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനല്ല, ചിലർക്ക് ഈ വലിയ വെള്ളത്തിലോട് ഒരു ഭയമുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇവരുടെ ഉള്ളിലുള്ളവർക്കറിയാം. എന്നുവെച്ചാൽ ആ ഒരു പോയിന്റ് നാദിറയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാദിറയെ പിന്നിലോട്ടാക്കണം. ഇവർക്ക് ഒരിക്കലും മുന്നിലോട്ടാക്കാൻ ഇവർ സമ്മതിക്കില്ല. ഇവരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ജയിപ്പിക്കാനായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നാദിറ എന്ന് പറഞ്ഞ വ്യക്തിനെ തോൽപ്പിക്കാനായി മനഃപൂർവ്വം ഈ ഒരു ടാസ്ക് കൊടുക്കുന്നു, മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് അകത്തു നിന്നും ആരാണോ ജയിക്കേണ്ടത് അവർക്ക് ചിലപ്പം ചില ടാസ്കുകളിൽ മെറ്റീരിയൽസ് വരെ മാറ്റി കൊടുക്കാം. ഞാൻ പറഞ്ഞായിരുന്നു, ചിലപ്പോൾ റിബണിൻ്റെ നീളം കുറയ്ക്കാം. ആ നട്ടിൻ്റെ ടാസ്കിൽ ചിലപ്പോൾ അടിയിലത്തെ ആ പെഡസ്റ്റലിൻ്റെ അടിയിൽ ഒരു കാന്തമൊക്കെ കൊണ്ട് വെക്കാം. ആരും ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല, മനസ്സിലായില്ലേ? അപ്പം ഇത്രയും നേരം എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി. എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് സിബിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ഒരു ആദരവ് വരുന്നത് അഖിലേട്ടനോടാണ്. അഖിൽമാരാർ പുള്ളി എനിക്ക് അറിയത്ത് പോലുമില്ല. ബിഗ് ബോസിൽ വന്നതിന് ശേഷം അതിന് മുന്നേ പുള്ളിയുടെ കുറേ ഇതിലോ മാത്രമാണ് എനിക്കറിയാവുന്നത്, അല്ലാതെ എനിക്ക് പുള്ളിനെ അറിയപ്പോലുമില്ല. അഖിലേട്ടൻ എന്ന് തന്നെ പറയാം. നട്ടലുള്ളൊരു മനുഷ്യൻ, മനസ്സിലായില്ലേ? ഈ ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയോട് ഏറ്റുമുട്ടുമ്പോൾ അതിൻ്റെ എന്താ വരാൻ പോകുന്നതെന്നൊക്കെ ഒന്നും പുള്ളി മൈൻഡ് ചെയ്യാതെ സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്തതിൽ പുള്ളിക്ക് ഇതേ ഉള്ളൂ ഒരു ബിഗ് സല്യൂട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബിഗ് ബോസിൽ പോകുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക, മാറും. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സിബിനാട്ടിനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഷോയോട് പുള്ളിക്ക് എതിരൊന്നുമില്ല. ഇതിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കുറേ കീടങ്ങൾ, ആ കീടങ്ങളോടാണ് പുള്ളിക്ക് ഇതുള്ളത്. എന്ന് വെച്ചാൽ ഇനി ആരും ചതിക്കപ്പെടരുത്. ഇതിൽ നിന്നും പുറത്തു പോയ ആൾക്കാർ തുറന്നു പറയാത്തത് വേറൊന്നും കൊണ്ടല്ല. എല്ലാവർക്കും ഈ സീസണിൽ വന്നവർക്കും എല്ലാവർക്കും അറിയാം സംഭവം എന്താ. ഈ സീസണിലുള്ളവർക്ക് മിക്കവർക്കും അറിയാൻ പറ്റും എന്താണ് അത് നടക്കുന്ന സംഭവങ്ങളെന്ന്. പക്ഷേ ഇവർ പുറത്തോട്ട് പറയാത്തത് ഒന്നാണ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവർ അതിലെന്ത് തെറ്റ് കണ്ടാലും ചിലപ്പം ആ ഒരു ചാൻസ് കിട്ടാതിരിക്കാൻ അവർ ചെയ്യൂ. പിന്നെയും ആ ഒരു ഏഷ്യാനെറ്റിലെ ഇത് അവർക്ക് കിട്ടേണ്ടതാണ്, അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കും, മനസ്സിലായില്ലേ? അതാണ്. പിന്നെ ഇവർ വലിയ സൈനൊക്കെ ചെയ്തിട്ടാണല്ലോ, ഒരു വർഷത്തെ കോൺട്രാക്റ്റും സൈനൊക്കെ ചെയ്യിച്ചാണല്ലോ കയറ്റുന്നത്. അത് വെച്ചൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അപ്പോൾ സിവിനെ കുറേ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്ത് നോക്കിയതാണ്, അതൊന്നും നടന്നില്ല. എന്തായാലും സത്യം ജയിക്കട്ടെ, ജയിക്കുക തന്നെ ചെയ്യും. എനിക്ക് പറയാൻ വേറൊന്നുമില്ല. ഇതിൻ്റെ ആങ്കർ ലാലേട്ടൻ ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.